ഹേ ഗായ്സ്, ഇന്ന് കാണിക്കുന്ന ഒരു മോം ഡോട്ടർ കോംബോ ആണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബേബിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഫ്രോക്ക് ആണ് കേട്ടോ ഇത്. ഇതിന് ലൈനിങ് ആയിട്ട് ആ ഒരു സാറ്റൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ വലിയൊരു ബോയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇൻവിസിബിൾ സിബും വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ താഴേക്ക് ഫുള്ള് പ്ലേറ്റ്സ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ അടിയിൽ ഞാൻ ക്യാനൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു സാറ്റൻ 3 മീറ്റർ ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രോക്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് മോമിന്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ലൈനിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു നെറ്റ് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. സീക്വൻസ് നെറ്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. താഴെയായിട്ട് കുഞ്ഞൊരു ഫ്രില്ലും കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനും ഞാൻ ക്യാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒട്ടി കിടക്കുന്ന പോലെയാണ് കേട്ടോ. പിന്നെ ക്യാൻ സ്കേർട്ട് എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായി വിടർന്നിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് 3/4 സ്ലീവ് ആണ് മോമിന് വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ഇൻവിസിബിൾ സിബും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് രണ്ടുപേരുടെയും കൂടി ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ചേച്ചി ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ചേച്ചിക്ക് വേറൊരു മോം ഡോട്ട് കോംബോ ഡ്രസ്സും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഈ ഒരു 2 ഡ്രസ്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് അയച്ചാൽ മതിയെ.